ഇപ്പോൾ LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ മാധ്യമങ്ങളെ മുമ്പും പാർട്ടിക്ക് അനുവദിക്കപ്പെട്ട സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരുപാട് ചരിത്രം കേരളത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളമോ ഒരു വിഷയമല്ല. അത് ഏത് സന്ദർഭത്തിലും തീരുമാനമുണ്ടാവും. PV അൻവർ എന്നുള്ളൊരു CPM സംബന്ധിച്ചിടത്തോളം ഒരു പാഠമാണ്. ഒരു സ്വാതന്ത്ര്യം നിർത്തുമ്പോൾ ഇത് കൂടുതൽ ഒരു PV അൻവർ എന്ത് പാടാ നമ്മൾ പഠിക്കേണ്ടത്? PV അൻവറിൽ നിന്ന് ഒരു പാഠവും നമുക്ക് പഠിക്കാനില്ല. PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി നിലപാടെടുത്തു. CPMന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായിരുന്നു അൻവർ. പാർട്ടിക്കെതിരായ നിലപാടെടുത്തപ്പം സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഒഴിവാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി അദ്ദേഹം നിലപാട് സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒഴിവാക്കി. അൻവറാണ് MLA സ്ഥാനം സ്വയമായി രാജിവെച്ചത്. അതിനെ തുടർന്നാണ് ഇലക്ഷനിലേക്ക് എത്തിയത്. ആ ഇലക്ഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരിടുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കരുത്തു നൽകുന്നത് കേരളത്തിലെ കഴിഞ്ഞ 2 ടേമിൽ തുടരുന്ന 2016-ലും 2021-ലും തുടരുന്ന പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളാണ്. ജനക്ഷേമ നടപടികളും വൻ വികസന പദ്ധതികളും കേരളത്തിൽ നടപ്പിലാക്കി വരികയാണ്. ഇത് ജനങ്ങളുടെ മുമ്പിലുള്ള ഒരു അനുഭവമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധം കൂടി ഇല്ലായിരുന്നു എങ്കിൽ വളർച്ച ഇതിനേക്കാൾ വളരെ വലുതാണ് കേരളത്തിൽ. അപ്പൊ ആ ഒരു സാഹചര്യത്തെ നേരിട്ട് കേരളത്തിന്റെ സ്വയം സാധ്യത ഉപയോഗപ്പെടുത്തി നികുതി കളക്ഷനും നികുതി പിരിവും അതുപോലുള്ള മറ്റ് വരുമാനവും വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് പോവുകയാണ്. കേരളത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു മുമ്പോട്ട് പോവുകയാണ്. ഇതാണ് കേരളത്തിന്റെ അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നല്ല വിജയമുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി, ഇന്ന് സെക്രട്ടറിന് മുന്നിൽ സമരം ചെയ്യുന്ന ഈ CPOമാര് വനിതാ റാങ്ക് ഹോൾഡേഴ്സ് അവരുടെ സമരം ഇന്ന് തീരുവാണ്. കാരണം ഇന്ന് ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി തീരുകയാണ്. കഴിഞ്ഞ 18 ദിവസമായി ഇവർ ഈ പെൺകുട്ടികൾ അവിടെ മുന്നിലുണ്ട്. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഉന്നയിച്ച ആ ഒരു സങ്കടം ഇതുവരെയും ഒരു ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറാവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അവർക്ക് ഈ ജോലിക്ക് യോഗ്യതയില്ല, അർഹതയില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അത് ആക്ഷേപിക്കുകയല്ലല്ലോ, അത് അവരുടെ ഒരു യോഗ്യത നോക്കിയിട്ടുള്ള ഒരു വസ്തുത പറയാനല്ല. എന്തായാലും പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ തുടർച്ചയായി സ്വീകരിച്ചു വരുന്നൊരു നിലപാടാണ്. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കുന്നത്. ആവശ്യത്തിനേക്കാൾ കൂടുതൽ ആളുകൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നുണ്ട്. അത് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കേണ്ടത്, എല്ലാ തലത്തിലും പരിശോധിക്കേണ്ടുന്ന പ്രശ്നമാണ്. PSC ഒരു സ്വതന്ത്ര സ്ഥാപനമാണല്ലോ. അപ്പൊ PSC എടുക്കുന്ന ഈ നിലപാട് ആണ് കേരളത്തിൽ തുടരുന്നത്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിൽ ഇടപെടുക എന്നുള്ളൊരു സമീപനമൊന്നും ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല. ഇനി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് അതിന്റെ കാര്യമായിട്ട് ആലോചിക്കാവുന്നതാണ്. PSC ലിസ്റ്റിൽ പെട്ട എല്ലാവർക്കും ജോലി എന്ന ഒരു നില കേരളത്തിൽ ഒരു കാലത്ത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇന്ത്യ ആകെയുള്ള സംസ്ഥാനങ്ങൾ എടുക്കുക. ആകെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ PSC വഴി നിയമനം നടത്തിയിട്ടുള്ളത് കേരളത്തിലാണ്. ഇന്ത്യ ആകെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയിട്ടുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. ടി.പി. രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി.